ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പീരീഡ്സിന്റെ സമയമല്ല ഉദ്ദേശിച്ചത്. പീരീഡ്സിന്റെ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല. അത് ഹോർമോൺ 1 to 3 days മിക്ക സ്ത്രീകളിലും ഈ ഹെയർ ലോസ് ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ചോദിച്ചത്. ഹോർമോണൽ പെയിൻ, ഫ്രസ്ട്രേറ്റഡ്, എല്ലാവർക്കും അല്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ആ പീരീഡ്സിന് ഒരാഴ്ച മുന്നേ ഗെറ്റ് മെന്റലി ഫ്രസ്ട്രേറ്റഡ്, ഭയങ്കര ദേഷ്യമായിരിക്കും, വാശിയായിരിക്കും, ആരെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ തോന്നും, അവർക്ക് ഫുഡ് വേണ്ടിയല്ല, ഭയങ്കര പെയിൻ ആയിരിക്കും. ഹൗ ബോഡി ഷുഡ് എക്സ്പ്രസ് ഇറ്റ്? എങ്ങനെയാണ് ബോഡി കാണിക്കേണ്ടത്? ഇങ്ങനെയാണ് കാണിക്കുക. അതൊക്കെ കഴിയുമ്പോഴായിട്ട് മാറുന്നില്ലേ? അതാണ് പറയുന്നത് 80% മുടി കൊഴിച്ചിലും സെൽഫ് ലിമിറ്റിങ്. അത് പ്രഗ്നൻസി കഴിഞ്ഞ സ്ത്രീകൾ, അതായത് ഡെലിവറിക്ക് ശേഷമുള്ള സ്ത്രീകളുടെ മുടി കൊഴിയുന്നത് ഈ സ്ട്രെസ് കൊണ്ട് തന്നെയാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർമോണൽ ഡിഫക്ട്സ്, ഹോർമോണൽ വേരിയേഷൻസ് വരും അല്ലെ, ഒരു കുട്ടി ജനിക്കല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആവും. പക്ഷെ ചിലവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസോ അല്ല മെന്റലി എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറൂല. അപ്പൊ എന്താണ് അതിന്റെ റൂട്ട് കോസ്, അത് റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മള് മുടീനെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. എന്താണ് അതിന്റെ റൂട്ട് കോസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത്, അതാണ് റിയാലിറ്റി.